ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മലേഷ്യൻ ട്രിപ്പിത്തെ 7 ദിവസത്തെ ഇറ്റിനറി നോക്കിയാലോ. നമ്മുടെ 7 ദിവസത്തെ മലേഷ്യൻ ട്രിപ്പിലെ ഒന്നാമത്തെ ദിവസത്തെ ഇറ്റിനറി പറയാം. മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ഗ്രാബ് വിളിച്ച് നേരെ പോയത് നമ്മുടെ എയർബിഎൻബിയിലേക്ക്. അവിടെ ലഗേജ് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ചയായിരുന്നു, ജുമ നിസ്കാരമുള്ളതുകൊണ്ട് നേരെ ഗ്രാബ് വീണ്ടും പിടിച്ചു. അവിടുന്ന് നേരെ പോയത് അടുത്തുള്ള ഒരു മോസ്കിലേക്ക്, ജമക് മോസ്കിലേക്ക്. അതിൻ്റെ മോസ്കിൻ്റെ മുമ്പിലുള്ള ഫ്രൈഡേ ഫുഡ് സ്ട്രീറ്റിൽ നിന്നും കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം പോയി ജമക് മോസ്കിൽ നിസ്കരിച്ചു. ശേഷം റിവർ ഓഫ് ലൈഫിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയി നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ശേഷം സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് കണ്ടു. അതിനുശേഷം മെർഡക്ക സ്ക്വയറിലേക്ക് പോയി. മെർഡക്ക സ്ക്വയർ ചുറ്റിക്കറങ്ങി കുറേ നേരം സെൽഫീസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തു. കുറച്ച് കാണാനുണ്ട് അവിടെ. അപ്പോഴേക്കും ചെക്കിൻ്റെ സമയമായി. ഞങ്ങൾ നേരെ ഞങ്ങളുടെ എയർബിഎൻബി റിഗാലിയ സ്യൂട്ട്സിലേക്ക് പോയി. സെൽഫ് ചെക്കിംഗ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു എയർബിഎൻബി ബുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എയർബിഎൻബി എക്സ്പീരിയൻസും എയർബിഎൻബി സെൽഫ് ചെക്കിങ്ങിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം. അസലു ഫൈസി അടക്കം ഞങ്ങൾ 6 പേരുള്ളതുകൊണ്ട് 2 ബെഡ്റൂം എയർബിഎൻബി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പെട്രോനാസ് ട്വിൻ ടവറിലേക്ക്. അതിനുശേഷം KLCC പാർക്കിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം കിഡ്സ് പാർക്കാണ്, കുറച്ച് നേരം കളിച്ചു. അതിനുശേഷം ഫൗണ്ടൻ ഷോ കണ്ടിരുന്നു. ശേഷം സൂര്യ KLCC മാളിൽ കുറച്ച് ഷോപ്പിംഗ് നടത്തി. പെട്രോനാസ് ട്വിൻ ടവർ, സൂര്യ, KLCC മാൾ, ഫൗണ്ടൻ ഷോ, KLCC പാർക്ക് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഭക്ഷണവും കഴിച്ച് ഫസ്റ്റ് ഡേ ഓഫ് മലേഷ്യ ടൂർ വൈൻഡപ്പ് ചെയ്തു. നേരെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. നമ്മുടെ 7 ഡേയ്സ് മലേഷ്യൻ ട്രിപ്പിലെ 2ാമത്തെ ദിവസത്തെ ഇറ്റിനറി നോക്കാം. രാവിലെ തന്നെ റെഡിയായി ഗ്രാബ് പിടിച്ച് നേരെ പോയത് ബട്ടു കേവ്സിലേക്ക്. തമിഴ് മലേഷ്യൻസ് അധികമുള്ള സ്ഥലമാണ് ബട്ടു കേവ്സ്. ബട്ടു കേവ്സ് നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ്. ഫോട്ടോ സെഷന് ശേഷം നേരെ പോയത് ബട്ടു കേവ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്ക്. ഇവിടുത്തെ പൂരി ബാജി അടിപൊളിയാണ്. ബട്ടു കേവ്സിൻ്റെ മുകളിലേക്ക് ധാരാളം സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ കയറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്റ്റെപ്പുകളൊക്കെ കയറി. സ്റ്റെപ്പിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ്. മലേഷ്യൻ ട്രിപ്പിലെ ഒരു മസ്റ്റ് വിസിറ്റാണ് ബട്ടു കേവ്സ് എന്ന് പറയാം. നെക്സ്റ്റ് പോയത് കോലാലംപൂർ സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. സെൻട്രൽ മാർക്കറ്റ് ഒരു ഇൻഡോർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. വെയിൽ കൊള്ളാതെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്നും കുറച്ച് പേരറിഞ്ഞുകൂടാത്ത കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിച്ചു. അതിനുശേഷം അതിൻ്റെ പുറത്തും കുറച്ച് ഷോപ്പിംഗ് സ്പോട്ടുകളുണ്ട്. കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറി വെറുതെ വില ചോദിച്ച് തിരിച്ചു വന്നു. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ, 2 രൂപ പോരെ. വേഷം രാജാവിന്റെ, സ്വഭാവം പിച്ചക്കാരന്റെ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് പെറ്റാലിംഗ് സ്ട്രീറ്റിലേക്കാണ്. സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ പെറ്റാലിംഗ് സ്ട്രീറ്റിലേക്കുള്ളൂ. ഇതൊരു ചൈന മാർക്കറ്റാണ്. ചൈന ടൗൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒഴുകൊന്നും വേണ്ട, അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കുന്നു. ഇവിടെ എന്തോ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. സംഭവം മനസ്സിലായില്ല. സംഭവം എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയും. അപ്പോഴേക്കും ഫുഡിൻ്റെ സമയമായി. വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി. ബഫേ ലഞ്ചായിരുന്നു. ചിക്കൻ, മട്ടൺ, ഫിഷ് എല്ലാം വെറൈറ്റി ഉണ്ട്. അടിപൊളി ഫുഡാണ്. ഫുഡിന് ശേഷം ശ്രീ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്പോട്ടുണ്ട്, ഡോഡോ കഫേ. അവിടെ കയറിയും കുറച്ച് റീൽസ് എടുത്തു. അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും നിസ്കരിക്കാനും വേണ്ടി നമ്മുടെ എയർബിഎൻബി റിഗാലിയ സ്യൂട്ട്സിലേക്ക് പോയി. ടോപ്പ് ഫ്ലോറിലുള്ള ഇൻഫിനിറ്റി പൂൾ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തു.
ശേഷം നേരെ പോയത് KL സെൻട്രലിലേക്കാണ്. KL സെൻട്രലിൽ നിന്നാണ് നമ്മൾ ജെൻറ്റിങ് ഹാലൻഡിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 6 പേർക്കുള്ള ജെൻറ്റിങ് ഹാലൻഡിലേക്കുള്ള ബസ് ടിക്കറ്റാണ്. പേയ്മെൻറ്റിന് ക്യാഷ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. SBIയുടെ ഇൻ്റർനാഷണൽ കാർഡ് വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത്. ഇവിടെ നിന്ന് നാളെ രാവിലെയാണ് നമുക്ക് ബസ്സുള്ളത്. മലേഷ്യയിലെ ബസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. അതിനുശേഷം നേരെ 7-Eleven, ഗാർഡിയൻ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയി. 7-Elevenൽ നിന്ന് ചീസ് കേക്കൊക്കെ വാങ്ങി. ഈവനിങ് ആയപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോയി. ഇതാണ് മലേഷ്യയിലെ ട്രെൻഡിങ് ആയ ചീസ് കേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. കോഫിക്ക് ശേഷം നമ്മൾ പിന്നെ പൂളിലേക്ക് പോയി. ഇൻഫിനിറ്റി പൂളാണ്. റൂഫ് ടോപ്പിലാണ് ഈ ഇൻഫിനിറ്റി പൂൾ. അതുകൊണ്ട് തന്നെ സിറ്റി വ്യൂ അടിപൊളിയാണ്. റിഗാലിയ സ്യൂട്ട്സിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഇൻഫിനിറ്റി പൂൾ. പെട്രോനാസ് ടിൻ ടവർ, KL ടവർ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇൻഫിനിറ്റി പൂളാണെങ്കിലും കുട്ടികൾക്കും പ്രത്യേക സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു. രാത്രി നെക്സ്റ്റ് പോയത് സലോമ ബ്രിഡ്ജിലേക്കാണ്. സലോമ ബ്രിഡ്ജിൻ്റെ രാത്രി വ്യൂ സൂപ്പർബാണ്. പതിവ് പോലെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ ഫ്ലാഷ് ലൈറ്റുമായിട്ട് കുറച്ച് പേര് നിൽക്കുന്നത് കാണാം. അവർ നമുക്ക് ഫ്ലാഷ് ലൈറ്റിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരും. പക്ഷേ പൈസ കൊടുക്കണം. സലോമ ബ്രിഡ്ജിന് ശേഷം നേരെ പോയത് കമ്പംബാരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. കമ്പംബാരു മലേഷ്യയുടെ തനതായ രുചികൾ ഉള്ള ഫുഡ് കിട്ടുന്ന ഫുഡ് സ്ട്രീറ്റാണ്. ഫുഡ് സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള കടകളാണ് മൊത്തം. മലേഷ്യയിലെ ഏത് ഹോട്ടലിലും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എപ്പോൾ പോയാലും കിട്ടുന്ന മലേഷ്യയുടെ പാരമ്പര്യമായിട്ടുള്ള അഥവാ മലേഷ്യയുടെ ദേശീയ ഫുഡായ നാസി ലമക്ക് കഴിക്കാനാണ് നമ്മളീ പോകുന്നത്. നാസി ലമക്കിൻ്റെ വെറൈറ്റി കിട്ടുന്ന വാഞ്ചോ റെസ്റ്റോറൻറ്റ്സ് നാസി ലമക്കിന് പ്രശസ്തമാണ്. ഇവിടെ അത്യാവശ്യം വൃത്തിയും വെടിപ്പും പിന്നെ നല്ല ടേസ്റ്റുമുള്ള ഫുഡാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ്. ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. പിന്നെ ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ്. രാവിലെ ഒരു 8 മുട്ട. ഫുഡിന് ശേഷം ഞങ്ങൾ ഗ്രാബ് പിടിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചു പോയി. നാളെ രാവിലെ ജെൻറ്റിങ് ഹാലൻഡിലേക്കാണ് യാത്ര. Day 2 ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. 7 days മലേഷ്യൻ ട്രിപ്പിലെ 3ാമത്തെ ദിവസത്തെക്കുറിച്ച് പറയാം. രാവിലെ തന്നെ ജെൻറ്റിങ് ഹാലൻഡിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കോലാലംപൂർ സെൻട്രലിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് മക്ഡൊണാൾഡ്സിൽ കയറി ഒരു ബർഗർ കഴിച്ചു. ഇവിടെ നിന്നാണ് നമുക്ക് ജെൻറ്റിങ് ഹാലൻഡിലേക്കുള്ള ബസ് ഉള്ളത്. ബസ് ഏതാണ്ട് 1 മണിക്കൂറോളമുണ്ട് ജെൻറ്റിങ് ഹാലൻഡിലെത്താൻ. ബസ് ടിക്കറ്റ് ഇന്നലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറിയ ഉടനെ മഴ പെയ്യാൻ തുടങ്ങി. മലേഷ്യയിൽ ദിവസവും കുറച്ച് നേരം ഇങ്ങനെ മഴ പെയ്യും. മലേഷ്യയിലെ ബസ് യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ ബസ് സെലക്ട് ചെയ്തത്. ജെൻറ്റിങ് ഹാലൻഡിലേക്കുള്ള യാത്ര കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നത് പോലെ താമരശ്ശേരി ചുരം കയറുന്നത് പോലെയുള്ള ഒരു റോഡാണ്. അത്യാവശ്യം ചുരം തന്നെയാണ്. 1 മണിക്കൂറോളം യാത്രയുണ്ടെങ്കിലും പക്ഷേ ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ബസ് അവാന സ്കൈവേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിലാണ് ജെൻറ്റിങ് ഹാലൻഡിലേക്ക് പോകുന്നത്. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ട്രാവലോഗ ആപ്പ് ഉപയോഗിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ക്യൂ നിൽക്കണ്ട എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കേബിൾ കാറിലേക്ക് കയറുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഞെട്ടിയത്. ഇവിടെ വൻ ക്യൂ ആണ്. ടിക്കറ്റിൻ്റെ ക്യൂ വേറെ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതുകൊണ്ട് അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ കേബിൾ കാറിലേക്ക് കയറാനുള്ള ക്യൂ ഒരു 1.5 ക്യൂ ആയിപ്പോയി. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പാസഞ്ചേഴ്സും ഉണ്ട്.
കേബിൾ കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ചെറിയ സെക്കൻഡ് മാത്രമേ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ആ സെക്കൻഡിൽ നമ്മൾ കേബിൾ കാറിലേക്ക് കയറണം. നമ്മൾ ഒരു ഫാമിലി ഗ്രൂപ്പായി പോകുന്നത് കൊണ്ട് പെട്ടെന്ന് കയറണം, കേബിൾ കാർ എടുത്ത് പോകുന്നതിന് മുന്നേ. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിലേക്ക് കയറി. കേബിൾ കാർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജെൻറ്റിങ് ഹൈലൻഡിലേക്കുള്ള വഴിയിൽ മലമുകളിൽ ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ ഒരു അമ്പലമുണ്ട്, അതിമനോഹരമായ ഒരു അമ്പലമാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവരുടെ വണ്ടിയിൽ കയറി വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ വണ്ടി വന്നു, അതിൽ കയറി ക്ഷേത്രത്തിലേക്ക് പോയി. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. ചിൻസിയു കേവ് ടെമ്പിൾ. ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ട്. ഫോട്ടോസ് എടുക്കാൻ, റീൽസ് എടുക്കാൻ അതിമനോഹരമായൊരു സ്ഥലമാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അന്ന് നല്ല കോടയുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. തണുപ്പ് പ്രശ്നമുള്ളവർക്ക് ജാക്കറ്റോ സ്വെറ്ററോ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ മലമുകളിലെ ടെമ്പിൾ വിസിറ്റിന് ശേഷം വീണ്ടും കേബിൾ കാറിലേക്ക് കയറി. ഞങ്ങൾ 6 പേർക്ക് വിശാലമായിരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരു കേബിൾ കാറിൽ. നല്ല കോടയുണ്ടായിരുന്നതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും അടിപൊളി വ്യൂ ആണ്. ചൈനീസ് ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ജെൻറ്റിങ് ഹൈലൻഡിലെ ഇൻഡോർ തീം പാർക്ക്, കസിനോ ഒക്കെ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഒരു മാളാണ്. മാള് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സംഭവമാണ്. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവം കിടക്കുന്നത് മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഹില്ലി സ്റ്റേഷനിലാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വേൾഡ് ഫേമസ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഹോട്ടലാണ്. ഏതാണ്ട് 7000-ലധികം മുറികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മായാ ലോകമാണ് ഇവിടം. ഇതിലൂടെ കുറേ നടന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതറിയില്ല.
കുറച്ചു നേരം നടന്ന് ക്ഷീണിച്ചപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴുണ്ട് ആ കടയിൽ നിന്നും ഫൈസുവിനെ അയാൾ എന്തോ കാണിച്ച് വിളിക്കുന്നു. I'm your neighbor. I'm your neighbor. Pakistan, very good. 1 minute for to make it hot. Okay. കുട്ടികൾക്കായി നിരവധി ഗെയിംസുകളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചധികം മലേഷ്യൻ റിങ്കറ്റ്സുകൾ പൊടിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജെൻഡിങ് ഹാലൻഡിൽ നിന്നും കോലാലംപൂറിലേക്കുള്ള റിട്ടേൺ ബസ് ടിക്കറ്റിൻ്റെ ടൈമാണ്. അത് കണക്കിലെടുത്ത് കുറച്ച് നേരത്തെ ഇവിടെ നിന്നും ഇറങ്ങണം. ഞങ്ങൾ വീണ്ടും തിരിച്ച് കേബിൾ കാറിൽ കയറി ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്.
ഇതിൻ്റെ ഇടയിലും ചിങ്സിയു ടെമ്പിളിൽ സ്റ്റോപ്പുണ്ട്, പക്ഷേ അവിടെ ഇറങ്ങിയില്ല. നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോയി, അവാന ബസ് സ്റ്റേഷനിലേക്ക് പോയി. ബസ് സ്റ്റേഷനിൽ നിന്നും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബസ് വരുന്നത് വരെ കുറച്ച് സമയമുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റിലേക്ക് പോയി. സ്വീറ്റ് മാർക്കറ്റാണ്, ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട്. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ബസ്സിൻ്റെ ടൈമായപ്പോൾ ഞങ്ങൾ കോലാലംപൂരിലേക്ക് തിരിച്ചു പോയി. അതിനുശേഷം കോലാലംപൂർ സെൻട്രലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിറ്റിൽ ഇന്ത്യ. ഏഷ്യയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. ഇന്ത്യക്കാരുടെ ഷോപ്പുകളാണ് കൂടുതൽ. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഫുഡ്. അടിപൊളിയാണല്ലോ അല്ലേ? പ്രസൻറ്റേഷൻ പോലെ തന്നെ അടിപൊളിയായിരുന്നു. ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മലേഷ്യയിൽ വരുന്നവർക്ക് ലിറ്റിൽ ഇന്ത്യയിലെ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്യാം. ലിറ്റിൽ ഇന്ത്യയിൽ നിന്നും തിരിച്ച് റൂമിലേക്ക് പോകാൻ ഗ്രാബ് പിടിച്ചില്ല. മലേഷ്യയിലെ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും KL സെൻട്രലിലേക്ക് തന്നെ പോയി. KL സെൻട്രൽ ടു ചൗക്കിറ്റിലാണ് നമ്മുടെ റൂം Airbnb ഉള്ളത്. അവിടത്തേക്കുള്ള മെട്രോയുടെ ടിക്കറ്റ് എടുത്തു. റൂമിലെത്തി ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ പോയത് പൂളിലേക്കാണ്. റിഗാലിയ സൂട്ട്സിലാണ് ഞങ്ങളുടെ Airbnb. ഇതിവിടുത്തെ രണ്ടാമത്തെ പൂളാണ്. ഇന്നലെ പോയത് നമ്മൾ ഇൻഫിനിറ്റി പൂളിലായിരുന്നു. ഈ കുട്ടി വന്ന് ഫൈസിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഫൈസി മൈൻഡ് ചെയ്യുന്നില്ല. 3 ദിവസത്തിന് ശേഷം നാളെ രാവിലെ ഇവിടെ നിന്നും നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നാളത്തെ നമ്മുടെ സ്റ്റേ ബെർജായ ഹിൽസിലെ ഒരു റിസോർട്ടിലാണ്.
7 ഡേയ്സ് മലേഷ്യൻ ട്രിപ്പിലെ ഞങ്ങളുടെ ഡേ 4നെ കുറിച്ച് പറയാം. ഡേ 4ൽ ഞങ്ങൾ റിഗാലിയ സ്യൂട്ട്സിൽ നിന്ന് ചെക്ക് ഔട്ട് ആവുകയാണ്. 3 നൈറ്റാണ് റിഗാലിയ സ്യൂട്ട്സ് എയർബിഎൻബിയിൽ ഞങ്ങൾ താമസിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് ചെക്ക് ഔട്ടാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കറക്കമൊന്നുമില്ല. രാവിലെ പ്രത്യേകിച്ച് കറക്കമൊന്നുമില്ല. കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണശേഷം നേരെ ഇൻഫിനിറ്റി പൂളിലേക്ക് പോയി. റിഗാലിയ സ്യൂട്ട്സിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്, 38th ഫ്ലോറിലാണ് ഈ ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. കോലാലംപൂർ ടൗൺ മൊത്തത്തിൽ നന്നായി കാണാൻ പറ്റും ഈ ഇൻഫിനിറ്റി പൂളിൽ നിന്ന് നോക്കിയാൽ. മലേഷ്യയിൽ ടൂർ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എയർബിഎൻബി ആണിത്. എയർബിഎൻബി ആപ്പിൽ ഹോസ്റ്റഡ് ബൈ ലിവിൻ ആണ്. പൂളിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെയുള്ള ഫ്ലോറിലാണ് ഫ്ലൈ മീ ടു KL, പ്രശസ്തമായ ഒരു ഫോട്ടോ പോയിൻ്റ് കഫേയാണ്. അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിമനോഹരമായ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ള ഒരു കഫേയാണ്. ഈ കഫേയുടെയും ഒരു സൈഡ് മുഴുവൻ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിലൂടെയും കോലാലംപൂർ ടൗൺ നല്ല വ്യക്തമായിട്ട് കാണാം. തിരിച്ച് റൂമിലേക്ക് വന്നു. ഫ്രഷ് ആയതിനു ശേഷം കുറച്ച് നേരം ചെക്ക് ഔട്ടിൻ്റെ മുമ്പ് കുറച്ച് നേരം വിശ്രമിച്ചു. നെക്സ്റ്റ് റിസോർട്ടിലേക്കുള്ള ഗ്രാബ് ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ചെക്ക് ഔട്ട് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഗ്രാബിൽ നെക്സ്റ്റ് റിസോർട്ടിലേക്ക് പുറപ്പെട്ടു. കുറച്ച് യാത്രയുണ്ട്. ബർജായ ഹിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ബർജായ ഹിൽസിലാണ് നമ്മൾ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബർജായ ഹിൽസിലെ കോൾമാർ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ടൈപ്പ് റിസോർട്ടാണ്. കോൾമാർ ട്രോപ്പിക്കൽ ഒരു ഫ്രഞ്ച് തീമിലുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അതിമനോഹരമാണ്. ഫ്രഞ്ച് തീമിലുള്ള ബിൽഡിങ്ങുകളാണ് നിറയെ. ഇതൊരു സ്റ്റേക്കേഷൻ റിസോർട്ടാണ്. കോലാലംപൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് 1 hour റൈഡ് ഉണ്ട് ഇവിടത്തേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേകളും ബേക്കറികളും ഒക്കെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. കുട്ടികൾക്കായിട്ട് ഒരുപാട് ഗെയിം സോണുകളും ഉണ്ട്. ഗെയിംസ് കളിക്കാൻ ആവശ്യമായ കോയിനുകൾ നമ്മൾ മലേഷ്യൻ റിങ്കറ്റ്സ് റിസപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങണം.
റിസോർട്ടിലെ കമേലിയ ബ്ലോക്കിലാണ് ഞങ്ങളുടെ റൂമുള്ളത്. ഈ റിസോർട്ടിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട്. ഓരോ ബ്ലോക്കിലും കുറേ റൂമുകളുണ്ട്. ഓരോ ബ്ലോക്കുകളും പല വ്യത്യസ്തമായ തീമുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബ്ലോക്കിലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളാണ് ഈ കാണുന്നത്. ഈ റിസോർട്ടിലെ മറ്റൊരു ഹൈലൈറ്റാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. നല്ല വൃത്തിയും ഭംഗിയിലുമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഏതൊരു മുക്കും മൂലയും അടിപൊളി ഫോട്ടോ പോയിൻ്റാണ്. സ്റ്റാർബക്സിലെ ടേബിൾ ഫൈസു കുലുക്കി പൊട്ടിക്കുമെന്നായപ്പോൾ ഞങ്ങൾ മെല്ലെ ഉള്ളിൽ പോയി വല്ലതും ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. ഈ സ്റ്റെയർ കേസ് കയറി ഏറ്റവും മുകളിൽ പോയി നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അതിഗംഭീരമാണ്. സത്യത്തിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്നതറിയില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൂടാണ്ട് ബർജായ ടൈം സ്ക്വയറിലേക്ക് ദിവസവും ഇവർ ഷട്ടിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചോമി വലിയതാ. ഓക്കെ കൊണ്ട് വെക്ക്. കേറിക്കാം. ഹായ്. ടാറ്റാ, ബൈ ബൈ.
മലേഷ്യയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ വിസിറ്റേഴ്സ് വളരെ കുറവാണ് ഇവിടം. കൂടുതലും അറബിക് വെസ്റ്റേൺ ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. 7-Eleven കയറി അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം നേരെ റൂമിലേക്ക് പോയി. പിന്നെ പൂളിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ടുമോറോ മോർണിംഗ് ഇവരുടെ ആക്ടിവിറ്റിയായ ജാപ്പനീസ് ടീ ഗാർഡൻ വിസിറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡേ 5 നാളെ മുതൽ കാണാം. 7 ഡേയ്സ് മലേഷ്യൻ ട്രിപ്പിലെ ഡേ 5 വിശേഷങ്ങൾ പറയാം. കോൽമാർ ട്രോപ്പിക്കൽ ബർജായ ഹിൽസിൽ സ്റ്റേക്കേഷനിലാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ റിസോർട്ടാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടുത്തെ ബഫെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ത്യക്കാർ അധികം ഇല്ലാത്ത ഒരു റിസോർട്ടാണിത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നത് ഇവരുടെ തന്നെ ഒരു ആക്ടിവിറ്റിയായ ജാപ്പനീസ് വില്ലേജ് വിസിറ്റിനാണ്. ജാപ്പനീസ് വില്ലേജ് കുറച്ച് ദൂരം പോകാനുണ്ട്. ജാപ്പനീസ് വില്ലേജിലേക്ക് നമ്മൾ പോകാനുള്ള വെഹിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ ജാപ്പനീസ് വില്ലേജിലേക്ക് പോകുന്നത്. മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. യു ആർ നൗ അറ്റ് 3500 feet എബോവ് ദി സീ ലെവൽ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചത് കാണാം. ജാപ്പനീസ് വില്ലേജിലേക്കുള്ള എൻട്രിയാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. Sampai nih, Pak.
ബർജായ ഹിൽസിലെ ഈ ജാപ്പനീസ് വില്ലേജ് നല്ലൊരു പീസ്ഫുൾ കാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും റിസോർട്ടിലേക്ക് പോയി. ഇന്ന് റിസോർട്ടിൽ നിന്നും ചെക്കൗട്ടാണ്. ചെക്കൗട്ടിന് വേണ്ടി ചെക്കൗട്ട് പ്രൊസീജിയേഴ്സ് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചെക്കൗട്ടിന് ശേഷം നമ്മൾ ഗ്രാബ് പിടിച്ച് വീണ്ടും കോലാലംപൂറിലേക്ക് തിരിച്ചു. കോലാലംപൂരിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേ വരുന്നത് റോബർട്ട്സൺ ബുക്കിംഗ് ബിങ്താങ്ങിലാണ്. റോബർട്ട്സണിൽ ഒരു Airbnb ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇനി നെക്സ്റ്റ് 2 days നമ്മൾ ഈ Airbnb-യിലായിരിക്കും. ഇതൊരു സെൽഫ് ചെക്കിങ് Airbnb ആണ്. മലേഷ്യയിലെ നമ്മുടെ 2ാമത്തെ Airbnb ആണിത്. ഹോസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കീ ബോക്സിൽ നിന്ന് നമ്മൾ കീ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോയി നമ്മുടെ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇതൊരു 2 bedroom Airbnb ആണ്. കൂടാതെ കുട്ടികൾക്ക് കിടക്കാൻ വേറെ തന്നെ സ്പേസുമുണ്ട്. പിന്നെ സിറ്റി വ്യൂ എക്സലൻ്റ് ആണ്. നീറ്റ് ക്ലീൻ പിന്നെ എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 bedroomൽ നിന്നുള്ള സിറ്റി വ്യൂ കോലാലംപൂർ ടൗൺ മൊത്തം കാണാം. എല്ലാവരും കൂടെ തരണ്ട കേട്ടോ. ലഗേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ മസ്ജിദ് ഇന്ത്യയിലേക്ക് പോയി. ലിറ്റിൽ ഇന്ത്യ പോലെ കൂടുതൽ ഇന്ത്യക്കാർ കാണുന്ന ഒരു സ്ഥലമാണ് ഈ മസ്ജിദ് ഇന്ത്യയും. ഇവിടെ ഇന്ത്യൻ ഷോപ്പുകളും ഇന്ത്യൻ മാർക്കറ്റുകളും കൂടുതലായിട്ടുണ്ട്. പത്തൊക്കെ ഷാളാണത്. ഇത് ധാരാളം ജ്വല്ലറികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ്. കോഴിക്കോട് കൊടുവള്ളിയിലെ ജ്വല്ലറി ഷോപ്പ് പോലെ അടുത്തടുത്ത് നിരനിരയായി ജ്വല്ലറി ഷോപ്പുകളാണ്.
മലബാർ ഗോൾഡും ജോയ് ആലുക്കാസും ഒക്കെ അതിൻ്റെ കൂടെ കാണാം. ഫുഡിൻ്റെ സമയമായപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഷോപ്പിംഗ് ആയിരുന്നു. ചോക്ലേറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് 1-2 ഷോപ്പുകളിൽ കയറി. ആദ്യത്തെ ഷോപ്പിൽ അത്ര കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഹനീഫ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിലേക്ക് പോയി. ഹനീഫ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ കുറച്ച് ഫേമസ് ആണ്. അവിടെ വീഡിയോ അനുവദനീയമല്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് വീഡിയോ കയറ്റിയില്ല. ഈവനിങ് ആയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റോബർട്ട്സൺ എയർബിഎൻബിയിലേക്ക് തിരിച്ചു വന്നു. എയർബിഎൻബിയിലെ ടോപ്പ് ഫ്ലോറിലാണ്. ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള സിറ്റി വ്യൂ അടിപൊളിയാണ്. ഇവിടെ ഒരു ജാക്കുസി പൂള് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. റോബർട്ട്സണിൽ നിന്നുള്ള സിറ്റി വ്യൂ, നൈറ്റ് വ്യൂ അതിഗംഭീരമാണ്. രാത്രിയാവുന്നതോടുകൂടി വ്യൂ അതിമനോഹരമാവുന്നു. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം നേരെ പോയത് പവലിയൻ മാളിലേക്കാണ്. പവലിയൻ മാൾ ബുക്കിറ്റ് ബിങ്താങ് എൻട്രൻസിലാണ് ക്രാബ് ചെന്ന് നിന്നത്. ബുക്കിറ്റ് ബിങ്താങ് നൈറ്റ് ലൈഫാണ് മലേഷ്യയിലെ ഏറ്റവും വൈബ് അനുഭവപ്പെട്ടത്. Pavilion. പവലിയൻ മാളിലെ ലക്ഷറിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ മുമ്പിലെ സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം നടന്നു. സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫ്
അടിപൊളിയാണ്, വേറെ ലെവലാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. മലേഷ്യയിലെ ഏറ്റവും വലിയ ഫുഡ് സ്ട്രീറ്റാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും തിരക്കുള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതും ഏറ്റവും തിരക്കേറിയ ആയ ഫുഡ് സ്ട്രീറ്റ് ഇത് തന്നെയാണ്. Atuk. Easy ba?
മലേഷ്യയിലെ 6ാമത്തെ ദിവസം റോബർട്ട്സൺ ബുക്കിംഗ് ബിങ്താങ്ങിലാണ് താമസം. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 2ാമത്തെ പൂൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു, കുറച്ച് റീൽസൊക്കെ എടുത്തു. അതിനുശേഷം നേരെ പോയത് ബർജായ ടൈം സ്ക്വയറിലേക്കാണ്. ബർജായ ടൈം സ്ക്വയർ ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് മാളാണ്. പ്രത്യേകിച്ച് ഇവർ കിഡ്സിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നിരവധി ഫുഡ് സ്പോട്ടുകളും ഷോപ്പിംഗ് മാർക്കറ്റുകളുമുണ്ട്. കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് മലേഷ്യയിൽ ഈ ബർജായ ടൈം സ്ക്വയർ. പിന്നെ ഫുഡിൻ്റെ സമയമായപ്പോൾ നേരെ അവിടെ തന്നെയുള്ള ഒരു അറബിക് ഒത്തൻറ്റിക് ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ബർജായ ടൈം സ്ക്വയറിലെ ഒരു ഇൻഡോർ തീം പാർക്കാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തീം പാർക്കാണിത്. കൊലാലംപൂരിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും തിരക്കുള്ള തീം പാർക്കാണിത്.
ബർജായ ടൈം സ്ക്വയറിൻ്റെ എൻട്രൻസിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ നെക്സ്റ്റ് ഗ്രാബ് ബുക്ക് ചെയ്തു. അടുത്തതായി നമ്മൾ പോകുന്നത് മലേഷ്യയിൽ ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ലക്ഷറി മാളിലേക്കാണ്, TRX എക്സ്ചേഞ്ച് മാൾ. TRX എക്സ്ചേഞ്ച് മാൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മാളുകളേക്കാളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇവിടെ. കൂടാതെ ഈ മാളിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ മുകളിലത്തെ ഒരു നില മുഴുവനായിട്ട് ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നാച്ചുറലായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു മാളിൻ്റെ മുകളിലാണ് എന്ന് തോന്നാത്ത വിധം അത്രയും മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നടക്കുന്നത് TRX മാളിൻ്റെ മുകളിലത്തെ ടെറസിലൂടെയാണ്. ഈ മാളിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇത്രയും മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയും നീറ്റിലുമാണ് ഇതിൻ്റെ മുകളിൽ മരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുതുതായിട്ടുള്ള മരങ്ങളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം TRX മാളിനുള്ളിൽ തന്നെയുള്ള ജെൻറ്റിൽ മോൺസ്റ്ററിൽ കയറി കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ട്രൈ ചെയ്തു. കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്തു. എല്ലാവരും ഇവിടെ വരുന്നത് ഈ ഗ്ലാസ്സുകൾ ട്രൈ ചെയ്യാൻ മാത്രമാണ്. ആരും വാങ്ങുന്നത് കണ്ടില്ല. അവസാനം ഗ്ലാസ്സുകളൊക്കെ ഊരിക്കൊടുത്ത് അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് KL ടവറിലേക്കാണ്. KL ടവറിൻ്റെ മുന്നിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. KL ടവറിൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല. ഞങ്ങളുടെ Airbnb-യിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ട് KL ടവറിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല.
ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തിരിച്ചു പോയി. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നേരെ പൂളിലേക്ക് പോയി. റോബർട്ട്സണിലെ രണ്ടാമത്തെ പൂളാണിത്. ഇത് അത്യാവശ്യം വിശാലമായ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൂളാണ്. റോബർട്ട്സൺ 2 സ്യൂട്ട്സ് ആയിട്ടാണുള്ളത്. നോർത്ത് സ്യൂട്ട്സും സൗത്ത് സ്യൂട്ട്സും 2 ബ്ലോക്കുകളാണ്. ഒരുപാട് നിലകളുള്ള 2 ബ്ലോക്കുകളാണ്. അതിൻ്റെ ഒരു നിലയിലാണ് ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു നിലയിലാണ് ഈ പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂൾ ടൈമിന് ശേഷം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. റോബർട്ട്സൺ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയുള്ള കുറച്ചധികം ഫുഡ് സ്പോട്ടുകളുണ്ട് അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. ഫുഡിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു നേരം താഴെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. ഇത് നമ്മുടെ എയർബിഎൻബിയിലെ റൂമിൻ്റെ ബാൽക്കണിയാണ്. കുറച്ചു നേരം കോലാലംപൂർ സിറ്റിയുടെ നൈറ്റ് വ്യൂ നോക്കി അങ്ങനെ ഇരുന്നു. മലേഷ്യൻ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണിന്ന്. ഇന്ന് രാത്രിയാണ് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത്. രാവിലെ തന്നെ ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ എയർബിഎൻബിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള കെഡായി മമാക്കിൽ വന്നു. ഇന്നലെ രാത്രി ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു ഓപ്ഷൻ തേടിയില്ല. കൂടെ കോലാലംപൂർ സ്പെഷ്യലായ 2 റൊട്ടി ടിസ്സു കൂടി ഓർഡർ ചെയ്തു. ഈ കുത്തുബ് മീനാർ പോലെ നിൽക്കുന്ന സാധനമാണ് റൊട്ടി ടിസ്സു. അതൊരു മധുരമുള്ള ഒരു ഡിപ്പിൽ മുക്കിയാണ് കഴിക്കുന്നത്. ഫുഡിന് ശേഷം വീണ്ടും റൂമിലേക്ക് തിരിച്ചുപോയി. ഇന്ന് ചെക്കൗട്ടാണ്. എയർബിഎൻബി സെൽഫ് ചെക്കൗട്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. സെൽഫ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കീ വീണ്ടും കീ ബോക്സിൽ തിരിച്ചു വെക്കണം. അതിനുശേഷം ഹോസ്റ്റിന് നമ്മുടെ റൂമിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള എയർബിഎൻബി ആയിരുന്നു. മലേഷ്യയിൽ വരുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എയർബിഎൻബി ആണ്. ഹോട്ടൽ ബുക്കിങ്ങിനേക്കാൾ നല്ലത് എയർബിഎൻബി ആണ്. റോബർട്ട്സൺ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ കീ ബോക്സുകൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ റൂമിൻ്റെ കീ നമ്മൾ കീ ബോക്സിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കൂടി ഹോസ്റ്റിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അതോടുകൂടി ചെക്കൗട്ട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. തിയാൻഹു ടെമ്പിളിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. തിയാൻഹു ടെമ്പിൾ കോലാലംപൂരിൽ തന്നെയാണ്. കോലാലംപൂരിലെ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണിത്. വളരെ മനോഹരമായ ഒരുപാട് ഫോട്ടോ പോയിൻറ്റുകളുള്ള ഒരു ടെമ്പിളാണിത്. ഒരുപാട് റീൽസിനൊക്കെ സ്കോപ്പുണ്ട്.
ഇവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇതെടുത്ത് കുലുക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ചുമ്മാ ഞങ്ങളും ഒന്ന് ചെയ്തു നോക്കി. പിന്നെ പൊന്തി നിൽക്കുന്ന സംഭവം എടുക്കണം, അതിലൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ ആ ബോക്സിൽ നോക്കിയാൽ അതിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ കാണും, അതിലൊന്നെടുക്കാം. ചുമ്മാ ഒരു രസം. ഈ ടെമ്പിളിൻ്റെ തൊട്ട് താഴെ തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. മെയിൻലി ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകളാണുള്ളത്. തിയാൻഹു ടെമ്പിളിൽ നിന്നും നമ്മൾ നേരെ പുത്രജയയിലേക്ക് ഗ്രാബ് ബുക്ക് ചെയ്തു. പുത്രജയ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്, അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഡേ പുത്രജയ വിസിറ്റ് വെക്കുന്നതാണ് മലേഷ്യൻ ട്രിപ്പിൽ ഏറ്റവും നല്ലത്. പുത്രജയയിലെ മെയിൻ അട്രാക്ഷൻസ് പുത്ര ലേക്ക്, പുത്ര മോസ്ക്, പുത്ര ബ്രിഡ്ജ്, ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. മലേഷ്യൻ ട്രിപ്പിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ പുത്ര മോസ്ക്. പുത്ര മോസ്കിലേക്ക് എൻട്രി ഫ്രീ ആണ്. ഈ കാണുന്ന ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കിട്ടും, പക്ഷേ നന്നായി ക്യൂ നിൽക്കേണ്ടി വരും. നല്ല തിരക്കാണ് ഡ്രസ്സിന് വേണ്ടിയിട്ട്. മലേഷ്യയിൽ വർഷം മുഴുവനും വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. പുത്ര ലേക്കിനോട് ചേർന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ നാസി ലമക്, നാസി അയാം ഒക്കെ വാങ്ങി കഴിച്ചു. മലേഷ്യയിലെ തനതായ ഫുഡ്. ദാസുലുവിൻ്റെയും ഫൈസിയുടെയും പുത്ര മോസ്കിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്.
അവൻ്റെ മദറാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവർ ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. അവൻ്റെ ഫാദർ അസുലുവിൻ്റെയും പൈസയുടെയും കയ്യിൽ കുറച്ച് റിങ്കറ്റ്സ് വെച്ച് കൊടുത്ത് ചോക്ലേറ്റ് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ അവർ തൊട്ടടുത്തുള്ള മെഷീനിൽ പോയി എന്തൊക്കെയോ ഷോപ്പ് ചെയ്തു. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് തിരിച്ചു. എയർപോർട്ടിലേക്ക് നമുക്ക് 3 മണിക്കൂർ മുമ്പ് എത്തണം. കുറച്ച് ട്രാഫിക് കൂടി കണക്കിലെടുത്ത് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി. മലേഷ്യയിൽ നിന്നും റിട്ടേൺ ഫ്ലൈറ്റ് കോഴിക്കോടേക്ക് തന്നെയാണ്. നേരത്തെ കോഴിക്കോടിൽ നിന്നും മലേഷ്യൻ സർവീസ് ഉണ്ടായിരുന്നില്ല. മലേഷ്യയിലേക്കുള്ള കോഴിക്കോടിൽ നിന്നുള്ള എയർ ഏഷ്യയുടെ സർവീസ് തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ പോകേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെ നമ്മൾ 7 ദിവസത്തെ മലേഷ്യൻ ട്രിപ്പ് പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഇനി മറ്റൊരു ഡെസ്റ്റിനേഷനിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.